എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന നേരത്തെ അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. 1500 രൂപ ഞാൻ ഏൺ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ലൈവായിട്ട് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ കിട്ടുന്നത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതും നേരെ ബാങ്ക് അക്കൗണ്ടിട്ട് എടുക്കാനും പറ്റും. അത്രയ്ക്ക് അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്പിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒരു ചാനൽ എന്ന് പറയുമ്പോൾ പുതിയൊരു ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ 2K സബ്സ്ക്രൈബേഴ്സിന് അച്ചീവ് ചെയ്തതേ ഉള്ളൂ. സോ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഓണാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അടിപൊളി മണി ഏണിംഗ് ആപ്ലിക്കേഷൻസ് എല്ലാമായിട്ട് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ക്യാഷും കാലൊക്കെ ഏൺ ചെയ്തെടുക്കാനും പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ തുടക്കം പറഞ്ഞ പോലെ തന്നെ ഇത് അടിപൊളി ഒരു ആപ്പാണ്. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ബാങ്ക് അക്കൗണ്ടിലോട്ട് വിട്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഇതിലില്ല. അത് നമ്മളൊരു വേറൊരു വഴി കൂടി, ഒരു ഉടായ്പ വഴി കൂടി നമ്മൾ ബാങ്കിലേക്ക് അത് വിട്ടുപിടിച്ചെടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ലൈവായിട്ടെല്ലാം ചെയ്ത് കാണിച്ചും തരുന്നുണ്ട്. 1500 രൂപ ഏൺ ചെയ്യുന്നുണ്ട്. സോ ഒട്ടും തന്നെ സമയം കളയണ്ട, നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ. ലെറ്റ്സ് ഗോ. മച്ചന്മാരെ, അപ്പം തുടക്കം പറഞ്ഞ പോലെ തന്നെ ഒരു ഹിഡൻ വഴി കൂടി നമ്മൾ ബാങ്കിലേക്ക് വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പോവുകയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിൽക്കുന്നില്ല. എന്നാലും ജസ്റ്റ് ഷോർട്ടാക്കിയെന്ന് പറയാം. സർവേസ് ചെയ്തുകൊണ്ടാണ് മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കവിടെ ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കൂട്ടുകാരെയൊക്കെ റെഫർ ചെയ്തുകൊണ്ട് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ക്യാഷും കാലൊക്കെ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓരോ ഫ്രണ്ടിനായി നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യാൻ നേരത്ത് 300 പോയിൻറ്റ്സ് വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇൻവൈറ്റ് ചെയ്ത് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പും കൂടിയാണ്. ഓക്കെ, സർവേ ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരത്തുള്ളതാണ് മെയിൻ കുഴപ്പം. എന്നാലും സർവേ വരുന്നതൊക്കെ നല്ല സർവേയും വരികയും ചെയ്യും. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ ഏൺ ചെയ്ത ക്യാഷൊക്കെ റെഡീം ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു ഡൊണേഷൻ പോലെയൊക്കെ ഉണ്ട്, ചാരിറ്റി പോലെയൊക്കെ. അത് ചാരിറ്റി ആയിട്ട് തന്നെ അവർ കൊടുക്കുമെന്നൊന്നും അറിയാത്ത കാരണം ഞാനത് അത്രത്തോളം റെക്കമെൻഡ് ചെയ്യുന്നില്ല. ചാരിറ്റി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ക്യാഷായിട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നിങ്ങൾക്ക് ഡിജിറ്റൽ വൗച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അതിലോട്ട് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫോൺ പേയിലേക്കുള്ള വിട്ടുപിടിക്കാനുള്ള ഓപ്ഷൻ വരും. ഇനിയിപ്പോൾ ഫോൺ പേ ഇല്ല, അതിന് പകരം എക്സോ ഡേ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫോൺ പേയിലേക്ക് വിട്ടുപിടിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ആമസോൺ ഗിഫ്റ്റ് വൗച്ചറായിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡെഡിക്കേറ്റഡ് വീഡിയോയുടെയും അല്ലാതെ ചെയ്ത വീഡിയോയുടെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഫോൺ പേ വൗച്ചറാണിത്. അല്ല, ബാങ്കിലേക്കല്ല കിട്ടുന്നത്, ഫോൺ പേ വൗച്ചറായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെ ബാങ്കിലേക്ക് ആക്കാമെന്നുള്ള കാര്യമെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ നിന്ന് റെഡീം ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അത് 4050 പോയിൻറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ 400 രൂപ കിട്ടും. ഇപ്പോൾ എനിക്ക് തന്നെ 10,000 സംതിങ് പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു 4050 പോയിൻറ്റ്സ് കൊടുത്ത് 400 എടുക്കാൻ പോവുകയാണ്. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റും റെഡീം റിവാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷനിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, നമുക്കിത് വായിച്ച് നോക്കാം. സോ റെഡീം റിവാർഡ് ഓപ്ഷനിലോട്ട് നമ്മൾ നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. റെഡീം റിവാർഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ ചോദിക്കും. ഞാൻ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അടിച്ചു കൊടുക്കുകയാണ്. ദെൻ ആ ഒരു ബോക്സ് കാണാം, ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ സബ്മിറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് നേരെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഇത്രയും ചെയ്ത് കഴിയാൻ നേരത്തെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. എന്താ കണ്ടില്ലേ, താങ്ക്സ് ഫോർ യുവർ ഓർഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഇമെയിലിൽ കൺഫർമേഷൻ ഉടനെ ഷോർട്ടായിട്ട് തന്നെ വരുമെന്ന് പറയുന്നു. അപ്പോൾ 6:34 നമ്മൾ റെഡീം ചെയ്തത്. ഓൺ ദ സ്പോട്ടിൽ തന്നെ മേളിൽ കാണാൻ പറ്റും ആ ഒരു സിമ്പിൾ വന്നിട്ടുണ്ട്, മെയിൽ. ഓക്കെ, ഇതാ കണ്ടില്ലേ, ഇപ്സോയിസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ മെയിൽ വന്നിട്ടുണ്ട്. 400 രൂപ വന്നു കഴിഞ്ഞു, 400 രൂപ കിട്ടിക്കഴിഞ്ഞു നമുക്ക്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ, 400 രൂപ കിട്ടി. അവിടെ ഗിഫ്റ്റ് കാർഡ് വൗച്ചർ എന്ന് പറഞ്ഞൊരു കോഡും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ടിവേഷൻ പിന്നെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് കാണാൻ പറ്റും, കണ്ടില്ലേ, ഗിഫ്റ്റ് കാർഡ് കോഡ് ആക്ടിവേഷൻ പിന്നെന്നും പറഞ്ഞിട്ട്. സോ ഈ ഒരു കോഡ് കോപ്പി ചെയ്ത് നമ്മൾ ഫോൺ പേ ചെന്ന് ക്ലെയിം ചെയ്തെടുത്താൽ മാത്രം മതി. നമുക്ക് ആ ഒരു 400 രൂപ നമ്മുടെ ഫോൺ പേ ഗിഫ്റ്റ് വൗച്ചറിൽ ഒരു ഗിഫ്റ്റ് കാർഡിൻ്റെ ആ ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ വരുന്നതായിരിക്കും. ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരെ ഫോൺ പേ ഓപ്പൺ ചെയ്യുക. ഫോൺ പേ ഇല്ലാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിയാൻ നേരത്തെ അവിടെ കാണാൻ പറ്റും ഫോൺ പേ ഗിഫ്റ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതിലോട്ട് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾറെഡി ഒരു 500 ഞാൻ എടുത്തായിരുന്നു, പക്ഷേ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ക്ലെയിം ഗിഫ്റ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു പ്ലസ് ചിഹ്നം കാണാൻ പറ്റും. ആ ഒരു പ്ലസ് ചിഹ്നത്തിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഗിഫ്റ്റ് കാർഡ് ഇവിടെ നമ്മൾ കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു പിന്ന് ചോദിക്കുന്നുണ്ട്. ആ പിന്ന് മെയിലിൽ തന്നെ കിടപ്പുണ്ട്, കണ്ടില്ലേ, ആ പിന്നും കോപ്പി ചെയ്യുക, നേരെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, കൺഫേം അടിക്കുക. കൺഫേം അടിച്ച ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഫോൺ പേ ഗിഫ്റ്റ് വൗച്ചറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, എന്നാ സെറ്റ് സാധനം അല്ലേ. സോ ഇനി ഞാൻ റെഡീം ചെയ്ത് കാണിക്കാം. കാര്യം എനിക്ക് ഇനിയും ക്യാഷ് ഇരിപ്പുള്ളതുകൊണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇനിയും ഞാൻ റെഡീം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ റെഡീം ചെയ്ത ബാലൻസ് ഇനി 6275 പോയിൻറ്റ്സാണ് നമുക്കുള്ളത്. അപ്പോൾ ഒരു 400 രൂപ കൂടി ഞാൻ റെഡീം ചെയ്യാൻ പോവാണ്. റെഡീം റിവാർഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഒരു ബോക്സ് ടിക്ക് ചെയ്ത് സബ്മിറ്റ് ആൻസർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. താങ്ക് യു ഫോർ യുവർ ഓർഡർ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ മെയിലും വന്നിട്ടുണ്ട്. ഇതാ എഗെയിൻ
അടുത്ത വിട്രോയുടെ മെയിൽ ഇതാണ്, രണ്ടാമത്തെ മെയിൽ. ഓക്കെ, കാണാൻ പറ്റുന്ന 400 വന്നിട്ടുണ്ട്. അവർ ഗിഫ്റ്റ് കോഡും ഉണ്ട്, ആക്ടിവേഷൻ പിന്നും ഉണ്ട്. ഗിഫ്റ്റ് കോഡ് കോപ്പി ചെയ്യുന്നു, നേരെ ഫോൺ പേയിലോട്ട് പോകുന്നു, പ്ലസിനകത്ത് ക്ലിക്ക് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം അവർ ആക്ടിവേഷൻ പിന്ന് എടുക്കുന്നു, കോപ്പി ചെയ്യുന്നു, തിരിച്ച് വരുന്നു, അവിടെ പിന്ന് സബ്മിറ്റ് ചെയ്യുന്നു, ദെൻ സബ്മിറ്റ് ആക്കുന്നു. ഇതാ കണ്ടില്ലേ 1300 ആയിട്ടുണ്ട്. അഗെയിൻ 400 ആയി കഴിഞ്ഞു. ഇനിയും ഞാൻ വേണമെങ്കിൽ ഒരു 200 രൂപ കൂടി വിട്ടുപിടിക്കാം. 3 വട്ടമാണ് ഈ വീഡിയോയ്ക്ക് അത് വിട്ടുപിടിച്ച് കാണിച്ചിരുന്നത്, കണ്ടില്ലേ. അടുത്തത് വിട്ടുപിടിക്കുന്നു, കോഡ് വന്നിട്ടുണ്ട്, കോഡ് കോപ്പി ചെയ്യുന്നു, നേരെ നമ്മൾ ആ ഒരു ഫോൺ പേയിലേക്ക് പോകുന്നു, ആഡ് ചെയ്യുന്നു, പിന്നും ആഡ് ചെയ്യുന്നു, കൺഫേം കൊടുക്കുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. 1500 ആയിട്ടുണ്ട്. എന്നെ എളുപ്പമല്ലേ, 1500 കിട്ടുന്നുണ്ട്. അപ്പോൾ സർവേ ആക്കി പാടാണ്, എന്തായാലും ട്രൈ ചെയ്യുക, വരും. നിങ്ങൾ സർവേ മാക്സിമം കറക്റ്റായിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ സർവീസ് വന്നുകൊണ്ടിരുന്നോളും. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമുക്ക് ഇനി ഈ ഒരു ക്യാഷ് ഇപ്പോൾ വന്ന ഈ ഒരു ക്യാഷ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബാങ്കിലേക്ക് ആക്കണ്ടേ. ഇപ്പോൾ ഗിഫ്റ്റ് വൗച്ചറല്ലേ, ബാങ്കിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് റീചാർജ് ആൻഡ് പേ ബിൽ സെക്ഷനകത്ത് സി ആണെന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് 24 ക്യാരറ്റ് ഗോൾഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും പർച്ചേസ് സെക്ഷനിൽ, കണ്ടില്ലേ, ഗോൾഡ്, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ നമ്മൾ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കുകയാണ്. ഗോൾഡ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടത്തില്ല, സ്വർണ്ണം ഡിജിറ്റലാണ്. ഓക്കെ, മീൻസ് ഗോൾഡിൻ്റെ പ്രൈസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ കയ്യിരിക്കുന്നതിൻ്റെ പ്രൈസും കൂടുന്നതായിരിക്കും. സോ ഇവിടെ ഗോൾഡ് വാങ്ങിക്കുവാണ്. നിങ്ങളുടെ കാണാൻ പറ്റും നേരെ നമ്മൾ ബൈ ഇൻ റുപ്പീസ് അല്ലെ ബൈ ഇൻ ഗ്രാംസ് 2 സെക്ഷനുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഗ്രാംസ് ആണ് ഇത്ര ഗ്രാം എന്ന് അടിച്ചു കൊടുക്കുക, അതിൻ്റെ എമൗണ്ട് അടിക്കണം. അപ്പോൾ ഞാൻ എമൗണ്ട് സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ 1500 രൂപയാണുള്ളത്, 1500 ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രൊസീഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. ഓക്കെ, അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 1500 രൂപയ്ക്ക് 0.1936 ഗ്രാം ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഗോൾഡ് വാങ്ങിക്കുമ്പോൾ ചെറിയൊരു കമ്മീഷൻ പിടിക്കും. നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് അനുസരിച്ചിട്ടായിരിക്കും. നിങ്ങൾ 200 രൂപയാണ് റെഡീം ചെയ്യുന്നത്, അതിനനുസരിച്ചേ പോകത്തുള്ളൂ. ഞാനിവിടെ 1500 ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിനനുസരിച്ച് പോകും. ഓക്കെ, മനസ്സിലായില്ലേ. സോ എമൗണ്ട് കൂടുന്നതനുസരിച്ച് അവർ ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കമ്മീഷനായിട്ട് അവർ പിടിക്കും. അപ്പോൾ GST 3%. ഓക്കെ, അപ്പം ഇതിന് 43.69 രൂപ അവർ പിടിക്കും. ഓക്കെ, സോ അത് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഫോൺ പേ ഗിഫ്റ്റ് കാർഡ് വഴി നമുക്കത് പേ ചെയ്യാൻ പറ്റും. സോ പേ ഓപ്ഷൻ നേരെ ക്ലിക്ക് ചെയ്ത് നോക്കുന്നു, കണക്ട് സെക്യൂരിറ്റി, ഇതാ പേയ്മെൻറ്റ് നടന്നു കഴിഞ്ഞു. നമ്മുടെ ആ ഒരു ഫോൺ പേ ഗിഫ്റ്റ് വൗച്ചർ ത്രൂ നമുക്ക് ഈ ഒരു ഗോൾഡ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞു. ഓക്കെ, സോ ഇനി ഒരു ഗോൾഡ് സെല്ല് ചെയ്താൽ മതി. സെല്ല് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, അതായത് നമുക്ക് 24 അവേഴ്സിന് ശേഷം മാത്രമേ നമുക്ക് ഗോൾഡ് സെല്ല് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ബൈ ചെയ്തതിന് ശേഷം 24 അവേഴ്സ് കഴിഞ്ഞിട്ട്. സോ ഓൺ ദി സ്പോട്ട് തന്നെ റെഡീം ചെയ്യാൻ ഒക്കത്തില്ല. സോ നാളെ ഗോൾഡിൻ്റെ പ്രൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പോൾ കാണാൻ പറയാം 1456 ഞാൻ വാങ്ങിച്ചത്, ഓക്കെ, ഇൻവെസ്റ്റ് ചെയ്തത്. ആൻഡ് ഇനി ഗോൾഡിൻ്റെ പ്രൈസ് 24 മണിക്കൂർ കഴിയുമ്പോൾ കൂടുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഫിറ്റായിട്ട് വിട്ടുപിടിക്കാൻ പറ്റും. ഈ കുറയുവാണെങ്കിൽ ലോസ് ആയിട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ കുറേ നാളത്തേക്ക് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്ത് വെച്ച് നല്ല രീതിയിൽ എമൗണ്ട് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിട്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ ഹോൾഡ് ചെയ്യുവാണ്. പക്ഷേ ഹോൾഡ് ചെയ്യുന്നത് വെച്ചാൽ 24 മണിക്കൂർ കഴിഞ്ഞ് റെഡീം ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അങ്ങ് മറന്നുപോയി. പക്ഷേ ആ സമയത്ത് ഗോൾഡിൻ്റെ പ്രൈസ് കുറച്ച് താഴ്ന്നുപോയി. സാധാരണ എനിക്കിപ്പം എന്താ പറയുക, കുറച്ച് ലോസിലാണ് ഞാൻ സെല്ല് ചെയ്യാൻ പോകുന്നത്. പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ 24 അവേഴ്സ് കഴിഞ്ഞ് വന്നിട്ട് സെല്ല് ചെയ്താൽ മതി. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്ത് സമയം കളയണ്ടല്ലോ എന്നോർത്തിട്ടാണ് ഞാനിപ്പോൾ റിഡീം ചെയ്യുന്നത്. കാര്യം നിങ്ങളെ കാണിച്ചു തരണ്ടേ എങ്ങനെ സെല്ല് ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടി. സോ അതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ സെല്ല് ചെയ്യത്തില്ലായിരുന്നു. പ്രൈസ് കുറച്ച് കൂടിയതിന് ശേഷം സെല്ല് ചെയ്യത്തുള്ളായിരുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് വാങ്ങിക്കുക, 24 മണിക്കൂർ കഴിയുമ്പോൾ സെല്ല് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സെല്ല് ചെയ്യാൻ സൗകര്യപ്പെടുന്നത് അപ്പോൾ സെല്ല് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ 200 രൂപയുടെ വൗച്ചർ വെച്ചിട്ട് ഗോൾഡ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അവന് പോയി ടാക്സ് കാണാൻ പറ്റും 194.17 ആയിരുന്നു അവന് വന്നത്. ആൻഡ് അവന് പ്രോഫിറ്റായി, മീൻസ് ഗോൾഡിൻ്റെ പ്രൈസ് കൂടിയപ്പോഴേക്കും 94 മാറി നേരെ 95.70 പോയി. ഓക്കെ, മനസ്സിലായില്ലേ. സോ അതുപോലെയാണ്, പ്രൈസ് കൂടുവാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ആ ഒരു എമൗണ്ടും കൂടിക്കൊണ്ടിരിക്കും. അത് നോർമൽ കോൺസെപ്റ്റാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. സോ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗോൾഡ് വാങ്ങിക്കുക, സെല്ല് ചെയ്യുക 24 മണിക്കൂർ കഴിയുമ്പോൾ. അപ്പോൾ നേരെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരും. ഇത് ഞാൻ സെല്ല് ചെയ്തും കൂടി കാണിച്ചു തരാം. കാര്യം സെല്ല് കാണിച്ചു തരേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമായത് കാരണം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് സൈഡിൽ തന്നെ ഒരു ആരോ മാർക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ. അതിലോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ അവിടെ തന്നെ നിങ്ങൾക്ക് സെൽ ഗോൾഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ട് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിയാൻ നേരത്തെ നമ്മുടെ എമൗണ്ട് അടിക്കാൻ പറയും. ഒന്ന് ഗ്രാം അടിക്കാൻ പറയും, അല്ലെങ്കിൽ എമൗണ്ട് അടിക്കാൻ പറയും. സോ ഞാൻ എമൗണ്ട് അടിക്കുവാണ്. അത് നിങ്ങളുടെ കാണാൻ പറ്റും. ടോട്ടൽ ഇപ്പോഴുള്ള ആ ഒരു വാല്യൂ എന്ന് പറയാൻ നേരത്ത് 1379.84 ആണ്. അത് നമുക്ക് അടിക്കാം. 0.84 നമുക്ക് അടിക്കും. അതും കറക്റ്റ് നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും. ബൈ ചെയ്യുമ്പോൾ മാത്രമാണ് ടാക്സ് പിടിക്കുന്നത്, സെല്ല് ചെയ്യുമ്പോൾ ടാക്സ് പിടിക്കുന്നില്ല. നേരെ സെല്ലെന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് നേരെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലോട്ട്, നമ്മൾ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഫോൺ പേയിൽ ആഡാക്കിയിട്ടുണ്ട്, ആ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരുന്നതായിരിക്കും. അത് നമ്മൾ സെല്ല് ചെയ്തു 1379.84 നമ്മൾ ഇവിടെ സെല്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇത് നേരെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വന്നും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഹിസ്റ്ററി എടുത്ത് ഞാൻ കാണിച്ചിരുന്നത് ഇവിടെ കാണാൻ പറ്റും. താണ്ടില്ലേ വന്നു 1379.84 തന്നെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. മാക്സിമം പെട്ടെന്ന് ക്യാഷിങ്ങുകളൊക്കെ ഏൺ ചെയ്യുക, ഗോൾഡായിട്ട് പർച്ചേസ് ചെയ്യുക, സെല്ല് ചെയ്യുക, ബാങ്കിലേക്ക് ക്യാഷിങ്ങുകളൊക്കെ എടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടാതെ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തേക്കുക. ഇനി മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ മണി ട്രിക്സ്. ബൈ ഗൈസ്.